അതിലെഴുതിയിരിക്കുകയാണ്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മോനെ ദീപു, ഇന്നും മാധവൻകുട്ടി കാണുവാൻ മോൻ അധികം സമയം കാത്തിരിക്കുന്നു. മോൻ സമയം പോലെ ഫോണിൽ അവനെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കും. ഇന്നലെ വളരെ വൈകിയ നാം വീട്ടിലെത്തി. മതം മാറ്റൽ കേസുമായി നടക്കുമായിരുന്നു. മോൻ വന്ന കാര്യം ഞാൻ അവനോട് പറയാം. ശരി, എന്നാ ഇറങ്ങുന്നു. ശരി എന്നാ. ആ മോളെ, അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അച്ഛൻ കാപ്പി കുടിക്കുന്നില്ല? കാപ്പിയൊന്നും വേണ്ട. അച്ഛാ, എന്താ? ഒന്നുമില്ല അച്ഛാ. എന്താ വേണ്ടത്? അച്ഛന് തിടുക്കമുണ്ടെങ്കിൽ വേണ്ട. മോൾക്ക് എന്താ അറിയുന്നത്? അച്ഛാ, ഈ ശ്രീനാരായണ ഗുരു ദൈവമായിരുന്നു. അതെന്താ സംശയം? ചെമ്പഴന്തി എന്ന ഗ്രാമപ്രദേശത്ത് 7 കുലത്തിൽ ദൈവങ്ങൾ ജനിക്കുമോ? ക്രിസ്തുദേവൻ യഹൂദ സമുദായത്തിലും നബിതിരിമെ ഖുറൈശി സമുദായത്തിലും ശ്രീബുദ്ധൻ ശാക്യ വംശത്തിലും ജനിച്ച പോലെ ശ്രീനാരായണ ഗുരുദേവൻ 1855 ആഗസ്റ്റ് മാസം 28-ാം തീയതി, അതായത് കൊല്ലവർഷം 1031 ചിങ്ങമാസം 16-ാം തീയതി ചെമ്പഴന്തി വൈരമാൽ വീട്ടിൽ ചതയ നക്ഷത്രത്തിൽ പൂജ. ഗുരു എന്നാണ് സമാധിയായത്? 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതി, കന്യമാസം 1104 5-ാം തീയതി. അല്ല, മോളതൊക്കെ ഇപ്പോൾ അന്വേഷിക്കുന്നതിനാണ്. എനിക്ക് കോളേജിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുണ്ട്. മോളിങ്ങനെ ഗുരുവിനെ കുറിച്ച് അറിയുന്നതും പഠിക്കുന്നതും പ്രത്യേകിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഗുരു 73 വയസ്സുവരെ മാത്രമേ ജീവിച്ചുള്ളൂ അല്ലേ അച്ഛാ? അതെ, അത് മാത്രമല്ല, ഗുരുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വേറെയും പല മഹാത്ഭുതങ്ങൾ നമുക്ക് അറിയുവാൻ കഴിയും. ഗുരുവിന്റെ അച്ഛന്റെ പേരെന്തായിരുന്നു? ഗുരുവിന്റെ അച്ഛന്റെ പേര് മാടനാശൻ, അമ്മയുടെ പേര് കുട്ടിയാണ്. എന്റെ അച്ഛനൊരു ആശാനല്ലേ? അച്ഛൻ പണ്ട് കുട്ടികളെ നേരത്തെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് ആൾക്കാർ അച്ഛനെ ആശാനെന്ന്. സിലോണിൽ ജോലിക്ക് പോയതിനു ശേഷമാണ് അച്ഛൻ എല്ലാം നിർത്തിയത്. ഇപ്പോൾ അത്തരത്തിൽ ആശാൻ ഇപ്പോൾ ആരാ മോളെ? എന്താ രാവിലെ അച്ഛനെ ക്രോസ് ചെയ്യാണോ? മോള് ഗുരുവിനെ കുറിച്ച് പ്രബന്ധം കോളേജിൽ അവതരിപ്പിക്കുന്നു. അതേക്കുറിച്ച് കാര്യങ്ങൾ അച്ഛന്റെ ചോദിച്ചു മനസ്സിലാക്കി. എന്താണ് ഇതിന്റെ പരിപാടി? അതെ, ഞാൻ വക്കീലിനല്ല, ജഡ്ജിയാകാൻ വേണ്ടിയാ പഠിക്കുന്നത്. ആ തങ്കച്ചന്റെ ബാക്കിയ സമരം പറഞ്ഞു തീർപ്പാക്കിയില്ലേ? അതൊരുവിധം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാനും തങ്കച്ചനും കൂടി സിലോണിൽ പോയി 10 കൊല്ലം കഷ്ടപ്പെട്ട് കുറെ പണമുണ്ട്. എന്റെ പണം കൊണ്ട് ഞാൻ കുറെ പുരയിടവും നിലവും വാങ്ങിച്ചു. അവന്റെ പണം കൊണ്ട് തുടങ്ങിയാണ് ഈ വ്യവസായ സ്ഥാപനം. ആദ്യം അത് മുഴിഞ്ഞു. പിന്നീട് അവന്റെ വീടും പുരയിടവും പണയപ്പെടുത്തി ഞാനും കുറെ പണം വായ്പ നൽകി. അങ്ങനെയാണ് ഒരു രക്ഷപ്പെട്ടത്. ഇപ്പോൾ അത് ആവശ്യമില്ലാത്ത സമരം കൊണ്ട് നിങ്ങളത് നശിപ്പിച്ചു കളയും. ചില ഭാഗ്യകക്ഷികളുടെ ആവശ്യമില്ലാത്ത കടന്നുകയറ്റം കൊണ്ട് പല രംഗത്തും നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. ഞങ്ങൾ അതൊക്കെ കണക്കിലെടുത്ത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വേണമെങ്കിൽ ആ സ്ഥാപനം തൊഴിലാളിക്ക് പാർട്ടിക്ക് കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ന്യായമായ വാടക നിശ്ചയിച്ച് അവനെ അയച്ചാൽ മതി. അതൊന്നും കൂടാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ. എന്തായാലും എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിക്കണം. കുറെ അധികം തൊഴിലാളികൾ അവിടെ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. അവരെ ഓർത്തെങ്കിലും ആ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ നന്നായി. അവരെ ഇന്ന് ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. ആ, എന്തായാലും ശരിയാക്കാൻ നോക്കുക. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങാണ്. പാടത്ത് പണിക്കാറുണ്ട്. നേരത്തെ ആ മൂപ്പം വേഗക്കാൻ അയ്യുണ്ടായിരുന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അവ നമുക്ക് നടത്തുമായിരുന്നു. ശരി. Oh, hey.
കൊയ്ത്തിനുവായോ 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 കതിരണിഞ്ഞ വയലുകളിൽ കൊയ്ത്തിനുവായോ കതിരണിഞ്ഞ വയലുകളിൽ കൊയ്ത്തിനുവായോ 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 കതിരണിഞ്ഞ വയലുകളിൽ കൊയ്ത്തിനുവായോ കതിരണിഞ്ഞ വയലുകളിൽ കൊയ്ത്തിനുവായോ ഊഹേഹോ 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 ഊഹേഹോ. ഞാൻ വിചാരിച്ചു ഓഫീസിൽ പോയി കാണുന്നു. ആ ജെസ്സി, ഇന്നിവിടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചിലരൊക്കെ വരുന്നുണ്ട്. അത് ഓഫീസിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ മതം മാറ്റൽ കേസ് എന്തായി? അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് അവർ ഇന്ന് ഇങ്ങോട്ട് വരുന്നത്. പള്ളിക്ക് കല്ലെറിഞ്ഞതിൽ വക്കീലിന് പങ്കുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടു. അവർ എന്ത് വേണമെങ്കിലും പറയട്ടെ, ആ പെൺകുട്ടിയുടെ ജീവിതവും നശിപ്പിച്ചു. വല്ലവരും വിളിക്കുമ്പോൾ ഓടിപ്പോകുന്നവർ എങ്ങനെ നശിക്കാതിരിക്കും? സാഹചര്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം ആലോചിക്കാനാണ്. എന്താണ് ഇത്ര വലിയ കേസ്? എനിക്ക് സ്ഥലമാറ്റമായി. എങ്ങോട്ട്? പാലക്കാട്ടേക്ക്. പാലക്കാട്ടേക്ക്? അതെ. ഇതാകെ പ്രശ്നമായല്ലോ. ഇന്നലെ വൈകിട്ടാണ് ഓർഡർ കിട്ടിയത്. അപ്പോൾ തന്നെ ഞാൻ വക്കീലിനെ വിളിച്ചിരുന്നു. കൂടുതലൊന്നും ആലോചിക്കാനില്ല. നീ 6 മാസത്തേക്ക് ലീവ് എടുക്കും. അയ്യോ, അത്രയും ലീവ് കിട്ടുമെന്ന് തോന്നുന്നില്ല. കിട്ടാവുന്നിടത്തോളം ലീവ് എടുക്ക്, അല്ലെങ്കിൽ ഈ ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നല്ല ജോലിയല്ലേ ഇത്? നമ്മുടെ സാഹചര്യം അതാണ്. എനിക്ക് ഈ ജോലി ഇഷ്ടമാണ്. അപ്പോൾ എന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. എന്നെ കൊല്ലുന്ന വർത്തമാനം ഒന്ന് മതിയാക്ക്. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ദേവികയുടെ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ അവളുടെ കല്യാണം നടത്തണം. 1-2 നല്ല ആലോചനകൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാരുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്താതെ അച്ഛൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം? നീ ലീവിന് അപേക്ഷിക്കണം. ലീവിന് അപേക്ഷിക്കാം. പക്ഷേ മാധവേട്ടന്റെ ഈ വർത്തമാനം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അടുത്ത് തന്നെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ കിട്ടത്തക്ക രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എല്ലാം മാധവേട്ടന്റെ ഇഷ്ടം പോലെ. സോ ഇയാൾ ഇവിടെ വന്നോ? എന്താ വന്നിട്ടാ? എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് പറ്റി? എന്നെ സഹായിക്കണം. എന്ത് പറ്റി? ആരെയും കൊന്നോ? ഞാൻ ആരെ കൊല്ലാനാ? എന്താണെങ്കിലും പറയൂ, ഞാൻ സഹായിക്കാം. എന്റെ രണ്ടാമത്തെ ഭാര്യയും ഒരുത്തി പൊട്ടുപോയി വെക്കില്ലേ? മാധവൻ ചേട്ടന് ഭാര്യ വാഴില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എന്നാണ് കൊണ്ടുപോയത്? 1 മാസമായി. ഞാൻ മൂവാറ്റുപുഴയിൽ ജോലിക്ക് മരിക്കുകയായിരുന്നു. പോകുമ്പോൾ അവൾ വീട്ടിലുണ്ടായിരുന്നു. ഇത്രയും ദൂരം ജോലിക്ക് പോകുമ്പോൾ അവരെ കൂടി കൂട്ടാമായിരുന്നില്ലേ? ശേഖരൻ മുതലാളിയുടെ കോൺട്രാക്ട് പണിക്കാരനാണ് ഞാൻ. ഞങ്ങൾ ഒരു 10-25 പേര് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവിടെ അവളെ കൊണ്ടുപോകാൻ പറ്റില്ല വക്കീലെ. അവരെ തനിച്ചാക്കിട്ട് പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അവൾ തനിച്ചായിരുന്നില്ല. പിന്നെ തെക്കേ വീട്ടിലെ മേലും ചേച്ചി കൂട്ടിനാക്കിയിട്ടാണ് ഞാൻ പോയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ച് പറയുകയാ, മേലും ചേച്ചി ശരിയില്ല എന്ന്. ഒരുപാട് കിടന്നുറങ്ങും. ഇന്ന് പുറത്തേക്ക് പോകാൻ വിളിച്ചാലും എഴുന്നേൽക്കില്ല എന്ന്. അവൾ എന്നോട് ചോദിക്കുക, ഞാൻ ആ കിഴക്കേ വീട്ടിലെ ചെറുക്കനെ വിളിച്ച് കൂട്ടിന് കിടക്കട്ടെ എന്ന്. എന്നിട്ട് ഞാനൊക്കെ സമ്മതിച്ചു. ആ കൊള്ളാം, നല്ല കേസായി. അവൻ അപ്പക്കാർക്കൊന്നുമല്ല വക്കീലെ. അവനാണ് അവിടെ സിനിമയ്ക്ക് നാടകത്തിന് കൊണ്ടുപോകുന്നത്. അതും വളരെ നല്ല കാര്യമാണ്.
സിനിമയ്ക്കും നാടകത്തിനും ഒക്കെ കൊണ്ടുപോകേണ്ടത് മാത്തൻ ചേട്ടനല്ലേ? അതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയാണോ? 2 പ്രാവശ്യം ഞാൻ അവിടെ സിനിമയ്ക്ക് നാടകത്തിനൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ചിലരൊക്കെ അവളോട് ചോദിച്ചു അച്ഛനും മകളുമാണോ എന്ന്. അത് അവൾക്ക് നാണക്കേടായി. പിന്നെ അവൻ അവിടെ സിനിമയ്ക്ക് നാടകത്തിനൊക്കെ കൊണ്ടുപോകുന്നത്. അവൻ ഏതാണ്? അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകുന്നത് കാണാൻ നല്ല രസമാണ് വക്കീലെ. അതെങ്കിലും അവരോട് ചോദിച്ചാലോ അവൻ പറയും മാതൻ ചേട്ടന്റെ ഭാര്യയാണെന്ന്. അതെനിക്ക് അന്തസ്സാണ്. അവൻ ഏതാണ്? അവന് കിഴക്കേ വീട്ടിൽ സുരേന്ദ്രന്റെ മകനാ വക്കീലെ. ഓ, ആ ഗുണ്ടാ സാബു അല്ലേ? ആണെങ്കിലും ഉപകാരിയാണ് വക്കീലെ. നമുക്ക് ഈ പ്രശ്നം പള്ളിക്കാരുമായിട്ടൊന്ന് ആലോചിച്ചാലോ? അയ്യോ, അത് ശരിയാവില്ല. അതെന്താ? എന്റെ ആദ്യത്തെ ഭാര്യ പോയപ്പോൾ ഞാൻ പള്ളി കമ്മിറ്റിയിൽ അറിയിച്ചു. ശരിയാക്കാം എന്ന് പറഞ്ഞ് 1-2 മാസം അവരെന്നെ പറ്റിച്ചു. പിന്നെ പള്ളി അച്ഛൻ പറയുക അന്യ സമുദായക്കാരോട് പോയളെ നിനക്ക് എന്തിനാടാ എന്ന്. ഞാൻ പറഞ്ഞു അച്ഛ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അവിടെ തിരിച്ചു തന്നാൽ മതിയെന്ന്. അച്ഛൻ സമ്മതിച്ചില്ല. ഭാര്യയില്ലാത്ത വിഷമം എന്താന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ മനസ്സിലാവുമോ? അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ പറയും. നഷ്ടപ്പെട്ടത് എനിക്കല്ലേ? അതുമല്ല വക്കീലേ, ഇവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് പള്ളി ചെല്ലാൻ പറ്റില്ല. അതെന്താ? ഇവിടെ ഞാൻ നേരെ വേണം കിട്ടിയതല്ല. പിന്നെ ഇവൾ കോളേജ് പഠിത്തം കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരുത്തനുമായി സ്നേഹിച്ചു. അവർ കുറച്ചുനാൾ വാടകയ്ക്ക് താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ ഇവിടെ എത്തിച്ചു പോയി. വീട്ടിൽ ചെന്നപ്പോഴോ വീട്ടുകാരും അടിച്ചോടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനെ കുട്ടികളുടെ പോന്നാണ്. ഓഹോ, അപ്പോൾ അവൾ കോളേജിലൊക്കെ പഠിച്ചതാണ്? അതെ സാറേ, കാണാനും നല്ല മൊറ്റാണ്. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ശരി, മാത്തൻ ചേട്ടൻ പോകും.